എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയിലെ കേരള ചരിത്രം എന്ന ഭാഗമാണ്. അതിലെ 2021 മുതലുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം എല്ലാ എക്സാംസിനും വരുന്ന ഒരു ഭാഗമാണ് കേരള ചരിത്രം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 2. ഡച്ച് ഗവർണർ ആയ വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. 3. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. 4. 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. ഉത്തരം എന്ന് പറയുന്നത് 1, 2, 4 കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതുപോലെ ഡച്ച് ഗവർണർ ആയ വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. നാലാമത്തെ ഓപ്ഷനായ 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കാരണം മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതുപോലെ ഇത് എഴുതിയിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. 12 വാല്യങ്ങളിലായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പം ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടി. എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഉടമ്പടിയിലൂടെയാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ മേഖല ലഭിക്കാൻ ഇടയായത്. പഴശ്ശിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ചോദ്യം എന്ന് പറയുന്നത് പഴശ്ശിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. 1. മലബാർ പ്രദേശത്തെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. 2. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. 3. ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. 4. ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നാണ്. കാരണം 1975 പഴശ്ശിരാജ എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് തുടക്കം തന്നെ. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്ന പ്രസ്താവന തെറ്റാണ്. പിന്നെ മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. പിന്നെ ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചിരുന്നു. അപ്പം ഇത്രയാണ് പഴശ്ശിരാജയുമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയൂട്ട് രാജ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണാധികാരി? പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയൂട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്നത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഒളിപ്പോരിൽ പ്രഗത്ഭനാണ് പഴശ്ശിരാജ എന്ന്. അദ്ദേഹം തന്നെയാണ് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോടാണ് കേരള ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള ചോദ്യമാണ്. കേരള ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം കോഴിക്കോട്. അടുത്ത ചോദ്യം, 1812 ആരംഭിച്ച കുറച്ച്യ കലാപത്തിന്റെ നേതാവ്? രാമനമ്പിയാണ് 1812 ആരംഭിച്ച കുറച്ച്യ കലാപത്തിന്റെ നേതാവ്. ആരാണ്? രാമനമ്പിയാണ് 1812 ആരംഭിച്ച കുറച്ച്യ കലാപത്തിന്റെ നേതാവ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. 1. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി. 2. കുളച്ചാൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. 3. രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു. 4. തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥ
സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 3 രാജ്യത്തെ കോവിലകത്വം വാദിക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചത് മാർത്താണ്ഡവർമ്മ മഹാരാജാവല്ല. ബാക്കിയുള്ള തൃപ്പടിദാനം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. എന്താണ് തൃപ്പടിദാനം? തൃപ്പടിദാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ സ്വത്തും രാജ്യവുമെല്ലാം ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്നതിനാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. ശ്രീ പത്മനാഭസ്വാമിക്ക് സ്വത്തും രാജ്യവും എല്ലാം സമർപ്പിച്ച് ബാക്കിയുള്ള കാലങ്ങൾ ശ്രീ പത്മനാഭദാസനായിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. രണ്ടാമത്തെ പോയിന്റ് കുളച്ചാൽ യുദ്ധത്തെ കുറിച്ചാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഉണ്ടായ യുദ്ധമാണ് കുളച്ചാൽ യുദ്ധം. അതിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പോയിന്റും ശരിയാണ്. അതുപോലെ തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള ഒരുപാട് നടപടികൾ മാർത്താണ്ഡവർമ്മ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയല്ല. അടുത്ത ചോദ്യം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്? മലബാർ മേഖലയെ കേന്ദ്രീകരിച്ചാണ് ബാസിൽ ഇവാഞ്ചലിക്കൽ എന്ന മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരു ക്രിസ്ത്യൻ മിഷണറി സംഘമാണ് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഈ ഒരു സംഘം മലബാർ മേഖലയെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. അടുത്ത ചോദ്യമാണ്, 1834 തിരുവനന്തപുരം ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ്. സ്വാതി തിരുനാളാണ് തിരുവനന്തപുരം ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ്. 1834 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ഭരിച്ച താഴെ പറയുന്ന രാജാക്കന്മാരിൽ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. 1 കാർത്തിക തിരുനാൾ രാമവർമ്മ, 2 ആയില്യം തിരുനാൾ, 3 ഗൗരി പാർവതിബായി, 4 ശ്രീമൂലം തിരുനാൾ. ഈ തന്നിരിക്കുന്ന ഭരണാധികാരികളെ ക്രമത്തിൽ കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഓർഡർ എന്ന് പറയുന്നത് 1 ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആദ്യം വരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ തന്നെയാണ്. രണ്ടാമത് വരുന്നത് ഗൗരി പാർവതിബായി ആണ്. ഗൗരി പാർവതിബായിക്ക് ശേഷമാണ് ആയില്യം തിരുനാൾ വരുന്നത്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഭരിച്ച ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. അപ്പം ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 3, 2, 4 ആണ്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത്. അടുത്ത ചോദ്യം, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നതിൽ നമ്മൾ ആദ്യം പഠിച്ചത് വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എന്നാണ്. അത് AK ഗോപാലനാണ്. അതുപോലെ ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനുമാണ്. അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനും നേതൃത്വം നൽകിയത് കേളപ്പനുമാണ്. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല? മലബാർ മേഖലയിലാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണം ഉണ്ടായിരുന്നത്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ലോഗൻ കമ്മീഷനാണ് കേരളത്തിൽ നടന്ന മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. അടുത്ത ചോദ്യം, പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് പൂക്കോട്ടൂർ സംഭവം. എന്താണ് പൂക്കോട്ടൂർ യുദ്ധം? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിനെ എതിർത്തുകൊണ്ട് ഉണ്ടായ ഒരു കലാപമാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംഷി നാരായണപിള്ളയാണ് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്. അടുത്ത ചോദ്യം,
1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂർ ജില്ലയിലാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിക്കപ്പെട്ടത്. കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഡോക്ടർ കെ.ബി. മേനോനാണ്. കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. അടുത്ത ചോദ്യമാണ്, അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. പുന്നപ്ര വയലാർ സമരമാണ് അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. അടുത്ത ചോദ്യം, എ ഫെറിഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരളത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര്? വില്യം ലോഗൻ ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. മലബാർ മാനുവൽ എന്ന പുസ്തകത്തിലാണ് എ ഫെറിഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരള ഉൽപ്പത്തിയെക്കുറിച്ച് വില്യം ലോഗൻ അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നത്. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ഒരു PSC സ്റ്റുഡന്റ് എന്നതിലുപരി ഒരു മലയാളി അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമാണ് 1956 നവംബർ 1 കേരളം നിലവിൽ വന്നത്. മറക്കരുത്, 1956 നവംബർ 1. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം. 1949 തിരുക്കൊച്ചി സംയോജനം നടന്നത്. 1949. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. നമുക്കറിയാം, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആയിട്ടുള്ള EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കേരള മുഖ്യമന്ത്രിമാരുടെ ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കുക. 1. EMS, 2. പട്ടം താണുപിള്ള, 3. C. അച്യുതമേനോൻ, 4. ശങ്കർ. ഈ തന്നിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ശരിയായ ക്രമം കണ്ടെത്താനാണ് ചോദ്യം. 1 EMS ആണ്, 2 പട്ടം താണുപിള്ളയും, 3 വരുന്നത് R. ശങ്കർ ആണ്. അതിനുശേഷമാണ് C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി വരുന്നത്. അപ്പം ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 2, 4, 3 ആണ്. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? PJ ജോസഫ് ആണ് 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. അടുത്ത ചോദ്യം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേരള ചരിത്രത്തിൽ നിന്ന് 2021 മുതൽ വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.